എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടും നമ്മുടെ വീഡിയോസിന് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അച്ചു അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട് അച്ചുവിന്റെ പാദസര അച്ചു പണയം വെക്കാൻ തീരുമാനിച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ശ്രീഹരിക്ക്. ശ്രീഹരി അത് അച്ഛനോട് പറയുകയും ചെയ്തു. അച്ചു പറഞ്ഞു, ഇതൊക്കെ പണയം പിന്നെ നമുക്ക് എടുക്കാം. ശ്രീഹരിക്ക് പൈസ ഉണ്ടാകുന്ന സമയത്ത് ശ്രീഹരി എടുത്തു തന്നാൽ മതി എന്ന് പറയാണ്. പിന്നീട് എന്ത് വേണം, അതുമായിട്ട് നേരെ പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പൊ പല്ലവിനെ കൊണ്ട് പണയം വെപ്പിക്കാനായിരുന്നു. അങ്ങനെ പല്ലവിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, പല്ലവി ചേച്ചി ഇത് പണയം വെച്ച് എനിക്ക് പൈസ തരണമെന്ന് പറയാം. ഇത് കേട്ടോ പല്ലവി വെച്ചു, ഇതെന്തിനാ അച്ചു ഇപ്പൊ പണയം വെക്കണേന്ന് ചോദിക്കാം. ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാൻ വേണ്ടിട്ട്. ഇത് കേട്ടോ സേതു പറഞ്ഞു, വേണ്ട അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം. വേണ്ട സേതുവേട്ടാ, നിനക്ക് പൈസ തരാന്ന് പറഞ്ഞല്ലേ, വലിയേട്ടനായി ഞാൻ ഇവിടെ ഉള്ളപ്പോ നീ എന്തിനാ ഇതൊക്കെ പണയം വെക്കണമെന്ന് ചോദിക്കാം. അതല്ല, എന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് സേതുവേട്ടനും പല്ലവി ചേച്ചിയും കുറെ അധികം കഷ്ടപ്പെട്ടു. ഇപ്പൊ തന്നെ നല്ല കടമുണ്ടെന്ന് എനിക്കറിയാം. പലിശക്കാരന് പൈസ കൊടുക്കണം. അതിന്റെ ഇടയ്ക്ക് ഒരു ബാധ്യം കൂടെ വലിച്ചു വെക്കുന്നത് ശരിയല്ലോ. ഇതുകൊണ്ടേ പണയം വെച്ചാൽ മതി. എപ്പോ വേണേലും പിന്നെ തിരിച്ചെടുക്കാലോ എന്ന് പറയാം. സ്വർണം നമുക്ക് പണയം വെക്കാനിക്കല്ലേ, അല്ലാതെ ഇത് കണ്ടോണ്ടിരുന്നിട്ട് കാര്യമില്ലോ എന്ന് പറയാം. എന്നാലും അതിന്റെ കാര്യം ഉണ്ടോന്ന് ചോദിക്കുക സേതു. അച്ചു ഒറ്റക്കാലെ തന്നെ നിൽക്കുക. അവസാനം പല്ലവി പറഞ്ഞു, അച്ചുവിന്റെ തീരുമാനമാണെങ്കിൽ അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കൊണ്ടുപോയി ഇത് പണയം വെച്ചിട്ട് വരാം സേതുവേട്ടാന്ന് പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ പല്ലവി കൊണ്ടേ പണയം വെച്ചിട്ട് തിരികെ വരുന്ന വഴിയാണ് പല്ലവി പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത്. ഒരു കാർ വന്ന് തന്നെ വട്ടം ചുറ്റുന്നേ. അത് മറ്റാരും ആയിരുന്നില്ല, ഇന്ദ്രനായിരുന്നു. പല്ലവി അങ്ങോട്ട് നടന്നു ക്രോസ് ചെയ്ത് പോകുന്ന ഇന്ദ്രൻ കണ്ടു. പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ പല്ലവിയുടെ ചുറ്റും ആ കാറിട്ട് വട്ടം ചുറ്റിക്കുവാണ്. പല്ലവി ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. ആരെ എന്താണെന്ന് അറിയത്തില്ലോ. അപ്പോഴേക്കും അതിനകത്തൊന്ന് ഇന്ദ്രൻ ഇങ്ങോട്ടിറങ്ങി. നിന്നെ ഞാനിന്ന് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുവായിരുന്നു പറയണ. ഇത് കേട്ടോ പല്ലവി പറഞ്ഞു, നിനക്ക് എന്താടാ വേണ്ടേന്ന് ചോദിക്കാം. അയ്യോ അങ്ങനൊന്നും പറയില്ലേ, ഞാൻ ഭർത്താവല്ലേ നിന്റെ. ഇപ്പോഴും നമ്മൾ ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ നിൽക്കും. ഒരു ഭർത്താവ് വന്നിരിക്കുന്നു, വഴിന്ന് മാറടാന്ന് പറയണം. വഴിന്നൊക്കെ മാറാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അനിയത്തിയുടെ കാര്യം. നിന്റെ അനിയത്തിയും എന്റെ അനിയനും തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം അറിയാലോ. അപ്പൊ അവരുടെ ചടങ്ങ് നല്ല ഗംഭീരമായിട്ട് നമുക്ക് നടത്തണ്ടെന്ന് ചോദിക്കുക. ഇത് കേട്ടോ പല്ലവി പറഞ്ഞു, അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. അനാവശ്യമല്ല മോളെ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേ. നിനക്കെന്താ എന്തെങ്കിലും സംശയമുണ്ടോ? നിന്റെ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെണ്ണാലോചിച്ച് എന്നിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞിട്ടുണ്ട് കല്യാണം നടത്തി തരാന്നൊക്കെ. ഇതേ വെറുതെ അനാവശ്യം പറഞ്ഞിട്ട് വന്നാണ്ടല്ലോ. ഇന്ദ്രൻ ചുമ്മാ പല്ലവിനെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറയണേ. പല്ലവി പറഞ്ഞു, നിന്റെ വേലത്തരമൊക്കെ മനസ്സിലിരിക്കത്തോളെന്ന് പറയാണ്. എന്റെ മോളെ, എനിക്കറിയാം നിന്റെ അനിയത്തിയെ വെച്ച് ഞാനൊരു കളി അങ്ങോട്ട് കളിക്കും അറിയാലോ. അവസാനം നിനക്ക് അങ്ങോട്ടേക്ക് വരേണ്ട വരും, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്. കാണണം, നിന്റെ അനിയത്തി എന്റെ അനിയൻ തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ കയ്യിലാണ് കാര്യങ്ങള്. ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത്. അവൻ എന്റെ അനിയനാണ്, ഞാൻ പറയുന്നു അവൻ അനുസരിക്കത്തുള്ളെന്നൊക്കെ പറയണം. ഇത് കേട്ടോ പല്ലവിക്ക് സങ്കടമോ അതിനോടൊപ്പം ദേഷ്യം വന്നു. പല്ലവി പറഞ്ഞ്, മര്യാദയ്ക്ക് വഴിന്ന് മാറിക്കോ. നിന്റെ ഈ അടവ് അഭ്യാസമൊന്നും എന്റെ അടുത്ത് വേണ്ട ഇന്ദിരാന്ന് പറയണം. അന്നെങ്കിൽ വിശ്വസിക്കേണ്ട നീ കണ്ടു തന്നെ അറിഞ്ഞാൽ മതി എന്ന് പറയാം. അധികം വൈകാതെ അത് നടക്കും, നിനക്ക് കാണാന്ന് പറയാണ്. ഇത് കേട്ടോ പല്ലവി പറഞ്ഞു, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരടാ. നിന്റെ അനിയന്റെ ഒന്നും ഉദ്ദേശമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. എന്ന് പറഞ്ഞ് പല്ലവി അങ്ങോട്ടേക്ക് പോവാ. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും പല്ലവിക്ക് ആ പാട്ട് ടെൻഷനായി. ഇന്നെന്റെ സമാധാനമേ. ഇനിയിപ്പോ ഇവൾ ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചോളും. ഇവളുടെ മനസ്സിലേക്ക് ഒരു തീപ്പൊരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയം പല്ലവി ആലോചിക്കുക, ഒരു പക്ഷെ ഇന്ദ്രൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയായിരിക്കുമോ, അങ്ങനെ എന്തേലും സംഭവിക്കുമോ, അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് ആ പാട്ട് ടെൻഷനായി. അങ്ങനെ പല്ലവി അങ്ങോട്ടേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും സേതു ഹോസ്പിറ്റലിനോട് നിൽപ്പുണ്ടായിരുന്നു. സേതു വെച്ച് എന്ത് പറ്റി പല്ലവിന്ന് ചോദിക്കുക. ഒന്നുമില്ല. സേതുവേട്ടനോട് ഇപ്പൊ പറയണോ? ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവേട്ടൻ എന്താ കരുതുന്നത്, പറയാതിരുന്നാലും പ്രശ്നമോ. പിന്നീട് പല്ലവി പറഞ്ഞു, ഞാൻ ആ ഇന്ദ്രനെ കണ്ടായിരുന്നു പറയണ. എന്നിട്ടോ അവൻ എന്ത് പറഞ്ഞെന്ന് ചോദിക്കണം. പിന്നീട് കാര്യങ്ങളൊക്കെ പറയണം, പാറുവിനെയും വിശ്വത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട. അവൻ ചിലപ്പോൾ ഒരു തന്ത്രം ഇറക്കിയതായിരിക്കും. അവന്റെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ. അവൻ വെറുതെ നമ്പർ ഇട്ടായിരിക്കും എന്ന് പറയാം. എന്നാലും എനിക്ക് പേടിയുണ്ട് സേതുവേട്ടാ. ഒരു പക്ഷേ എന്തിനും മടിക്കാത്തവനാണ് ഇന്ദ്രൻ. ആ വിശ്വത്തെ എന്ത് തീരുമാനിച്ചിട്ടാന്ന് അറിയത്തില്ല. ഒരു പക്ഷെ പാറു എങ്ങാനും അവന്റെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിലോ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്നും പറഞ്ഞിട്ട് പല്ലവിനെ ആശ്വസിപ്പിക്കുകയാണ് സേതു. പിന്നീട് അങ്ങനെ അവർ ചെന്ന് ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടച്ചതിന് ശേഷം വീട്ടിലേക്ക് വരിക. ഈ സമയം അച്ഛൻ്റെ മനസ്സിന് നല്ല ദേഷ്യമായിരുന്നു. കാരണം അച്ഛന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. വീട്ടിലേക്ക് വന്നുമ്പോൾ എല്ലാവരുടെയും മുഖം കണ്ടു കഴിയുമ്പോഴത്തേനും
അവല്ലോ ആരെങ്കിലും ഒരാളായിരിക്കും ഈ കാര്യം ചെയ്തത് എന്നൊരു വിശ്വാസത്തിലായിരുന്നു അച്ചു. അങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേനും പൂർണ്ണിമയും ഋതു സാദിയൊക്കെ അങ്ങോട്ട് ഹാളിൽ നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ പല്ലവിയോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇപ്പം കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. ഈ സമയം ഋതു പറഞ്ഞു, ഓ കുഴപ്പമില്ലെന്ന് പറയാനിട്ട് അതിന് മാത്രം വലിയ പരിക്കുകളും കാര്യങ്ങളൊന്നും പറ്റിയില്ലോ, ചെറിയൊരു പൊള്ളൽ പറ്റിയാൽ ഇപ്പൊ എന്ത് സംഭവിക്കാനാ, മരിച്ചു പോത്തൊന്നും ഇല്ലല്ലോ എന്ന് പറയണം. പിന്നെ ഇവിടെ അച്ഛൻ്റെ ഒക്കെ മുഖം കണ്ട ഞങ്ങൾ ആരണ്ട് എന്തോ ചെയ്ത പോലെയാണല്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ചു പറഞ്ഞു, ആരും ഒന്നും ചെയ്തില്ലെന്ന് ചോദിക്കുക. അത് ഞങ്ങൾ എന്ത് ചെയ്തെന്നാ നീ പറയണേ? ആ ഓട്ടോറിക്ഷ കത്തിപ്പണി ഞങ്ങൾ എന്ത് ചെയ്ത എന്ന് ചോദിക്കണം. അത് കത്തിപ്പോയതല്ലോ, കത്തിച്ചല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, ആര്? ഞങ്ങളോ? ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് അമ്മ കത്തിച്ചാന്നാണോ നീ വിചാരിച്ചോണ്ടിരിക്കണേ? പൂർണ്ണി പറഞ്ഞു, അച്ചു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയണം. ഇത് കേട്ടതും അച്ചു പറഞ്ഞു, എനിക്ക് ആരും ഇപ്പൊ വിശ്വാസമില്ല. ആ ഓട്ടോറിക്ഷ മര്യാദയ്ക്ക് ഈ മുറ്റത്ത് ഇട്ടിരുന്നല്ലേ? അപ്പൊ അമ്മയല്ലേ പറഞ്ഞത് ഇവിടെ ഇണ്ട പുറത്തിട്ടാ മതിന്ന്, അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചേ. ഈ മുറ്റത്തിടുവായിരുന്ന ആ കുഴപ്പം വരില്ലായിരുന്നല്ലോ. അപ്പൊ എനിക്ക് നിങ്ങൾ ആരും ഇപ്പൊ വിശ്വാസമില്ലെന്ന് പറയണം. പൂർണ്ണം പറഞ്ഞു, നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ വിശ്വസിച്ചാൽ മതി, എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യാനും പോകുന്നില്ലെന്ന് പറയാം. അല്ലെങ്കിലും ആ ഓട്ടോറിക്ഷ കത്തിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാന്ന് ചോദിക്കുക. ഇത് കേട്ടതും അച്ചു പറഞ്ഞു, ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇനി ഒരു ഓട്ടോറിക്ഷ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ പൊന്നുമടത്തിലെ മിറ്റത്ത് തന്നെ കിടക്കും, അല്ലാതെ വേറെ ഒരിടത്തും കൊണ്ട് പാർക്ക് ചെയ്യാനൊന്നും പോകുന്നില്ലെന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ, അന്ന് കണ്ടിട്ട് തന്നെ കാര്യം, ഇതേ എന്റെ വീടാന്ന് പറയണം, ഇവിടെ എന്ത് തീരുമാനിക്കും അത് ഞാനാ തീരുമാനിക്കണം എന്ത് നടക്കണം എന്നുള്ള കാര്യം. ഇത് കേട്ടപ്പം വിട്ടുകൊടുക്കാൻ അച്ചു തയ്യാറായിരുന്നില്ല. അച്ചു പറഞ്ഞു, അന്ന് നീ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലോ, ഇത് പൊന്നുമടത്തി മാധവമേനന്റെ വീടാത്, ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അവകാശം തന്നെയാ, എനിക്കും നിനക്കും എല്ലാം ഒരേ അവകാശം തന്നെയാ, അല്ലാതെ നിനക്കെന്ന് പറഞ്ഞ് പ്രത്യേക അവകാശങ്ങളൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, നമുക്ക് കാണാന്ന് പറയണം. ഇത്ര സമയം ഉണ്ടായിരുന്ന സേതു പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുക. നീ ആരെ ഋതു പഠിപ്പിക്കണേ? നിനക്ക് അവകാശപ്പെട്ട വീടാണ് പോലും, നാണമില്ലേ? നിന്നെപ്പോൾ തന്നെ ഇവിടെ എല്ലാവർക്കും അവകാശം ഉണ്ടെന്ന് പറയണം. ഓ അവകാശം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുമായിരിക്കും നിങ്ങൾ. അതെ ആണെങ്കിൽ നിനക്കെന്താ? പിന്നെ നിങ്ങള് സഹിക്കുന്ന തന്നെ ഞങ്ങള് ഭയങ്കര ബുദ്ധിമുട്ടിയാ, അപ്പൊ ഒരുത്തിനെയും കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനായിട്ട് നിനക്ക് നാണമില്ലേ സേതുമാതാവെന്ന് ചോദിക്കാം. അതെ എനിക്ക് നാണമില്ല, പക്ഷെ നീ കൂടുതൽ ആള് കളിക്കാൻ വരണ്ട കേട്ടോ. നീ എന്ത് കണ്ടിട്ടാ ഈ ആള് കളിക്കുന്നേ? ഇന്നല്ലെങ്കിൽ നാളെ വലിയ ഈ കൊട്ടാരങ്ങളൊക്കെ നിലം പൊത്താവുന്നുള്ളൂ, ഈ വീട് കണ്ടിട്ടാ നീ ഇത്ര അഹങ്കരിക്കുന്നെങ്കിൽ. ഇത് കേട്ടോ പല്ലവി പറഞ്ഞു, സേതുവായിട്ടും പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ്, ഇത് വെറും കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച അറിയാലോ, ഇന്നല്ലെങ്കിൽ നാളെ മിക്കവാറും ഒരു കൊടുങ്കാറ്റടിച്ചാൽ തീരാവുന്നുള്ളൂ ഈ വീടിന്റെയൊക്കെ കാര്യം, അതുകൊണ്ട് കൂടുതലൊന്നും നീ പറയണ്ടെന്ന് പറയണം. ഇത് കേട്ടോ പൂർണ്ണ പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട, അതിനിവിടെ ആരെ ഇറക്കി വിടാനൊന്നും പോകുന്നില്ലോ, പിന്നെ എന്തിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്കും പിണക്കും പ്രശ്നങ്ങളൊന്നും ചോദിക്കണം. ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, ഇവിടെ ആരാ വഴക്കുണ്ടാക്കിയെന്ന് പൂർണ്ണമ്മ കണ്ടല്ലേ? അച്ഛൻ്റെ മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടെന്നറിയാം, കാരണം അച്ഛൻ്റെ ഭർത്താവിന്റെ ജീവിതമാർഗമാണ് ഇല്ലാതെ പോയത്, അപ്പൊ അവൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാണും. അച്ഛൻ ഇവിടെ അല്ലാതെ പിന്നെ ആരോടാ ചെന്ന് പറയണേ? അവൾ പറയുന്നതിൽ ന്യായമില്ലെന്ന് ചോദിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും അധികം വൈകാതെ തന്നെ അവരെ കസ്റ്റഡിയിലെടുക്കും, പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയണം. ഋതു പറഞ്ഞു, പിന്നെ പോലീസ് അന്വേഷിച്ച ഇപ്പൊ കണ്ടെത്തുമല്ലേ പ്രതിനെ, ഇപ്പൊ കിട്ടിയത് തന്നെയാന്ന് പറയണം. ഇത് കേട്ടപ്പോ അച്ഛൻ പറഞ്ഞു, നീ കൂടുതലൊന്നും ആള് കളിക്കണ്ട, ഒരു പക്ഷെ നീയാണോന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഋതുവിനൊരു ഞെട്ടലുണ്ടായി, തന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചോ? അങ്ങനെയെങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ ഋതു, അന്നാണ് നീ അച്ചു ആരാന്നറിയാൻ പോന്നെ, അന്ന് നിന്നെ വീടിനെ പുറത്താക്കാൻ പോകുന്നത് ഞാനായിരിക്കും എന്ന് പറയണം. പിന്നെ നിനക്ക് ഈ വീട്ടിലൊരു സ്ഥാനം ഉണ്ടായിരിക്കില്ല. ഇത്രയും കാലം ഞാനൊന്നും മിണ്ടിയിട്ടില്ല, പക്ഷെ എന്റെ ഭർത്താവിന്റെ ദേഹം പൊള്ളിയത് മുതല്, എന്റെ ഓട്ടോറിക്ഷ കത്തിയത് മുതല് ഞാൻ നല്ല ഇതില, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ള കാര്യം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീയാണ് ഇതിന്റെ പിന്നിലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല ഋതു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചു വെല്ലുവിളിക്കുകയാണ്. എന്നിട്ട് ബാ ശ്രീഹരി എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാ. ഈ സമയം പല്ലവി പൂർണിമയോട് പറഞ്ഞു, കണ്ടില്ലേ അച്ഛൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന്, അവൾ ഇന്ന് വരെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടുള്ളവരല്ല, ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അവൾക്ക് അത്രമാത്രം വിഷമം വേദന ഉള്ളതുകൊണ്ടാന്ന് പറയണം. പിന്നീട് അകത്തേക്കും കൂടെ കയറി പോവാ. ഈ സമയം പൂർണിമ ആകെപ്പാട് ടെൻഷനോടെ ആലോചിച്ചോണ്ടിരിക്കുക. ഋതു പറഞ്ഞു, അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മ എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കുക. ഞാനെന്ത് മിണ്ടാനാ? അങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ നീയാണെങ്കിൽ അതെ അച്ചു ആയിരിക്കില്ല, മിക്കവാറും നിന്നെ അടിച്ചിറക്കാൻ പോകുന്ന ഞാനായിരിക്കും എന്ന് പറയാം. എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇന്ന് വരെ മാധവമേനോന് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, ആർക്കും ഉപദ്രവമുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല. പക്ഷെ നീയായിട്ട് ഋതു അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറയണം എന്നും പറഞ്ഞങ്ങോട്ട് കയറിപ്പോവാ. ഈ സമയം ഋതുവിനോട് സ്വാതി പറഞ്ഞു, ചേച്ചി ആകെപ്പട പ്രശ്നത്തിലാവും തോന്നുന്നു, എങ്ങാനും പോലീസുകാർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് പോയി കിടക്കേണ്ടി വരുമെന്ന് പറയാം. എവിടുന്ന് അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം.
ഈ സമയം അകത്തേക്ക് എന്നിപ്പോൾ ശ്രീഹരിയോട് അച്ചു പറഞ്ഞു, അതെ ശ്രീഹരി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും, എന്ത് വന്നാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ശ്രീഹരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്കിവിടെ ഇങ്ങനെ വഴക്കുണ്ടാക്കി താമസിക്കുന്നതോട് ഒട്ടും താല്പര്യമില്ല, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു വാടക വീട് എടുത്താണെങ്കിലും മാറിയാലോ എന്ന് ചോദിക്കുക. എന്താ ശ്രീഹരി അങ്ങനെ പറഞ്ഞേ? അല്ല, ഇവിടെ എന്തിനാ നമ്മൾ ഇവർക്ക് ഇഷ്ടമില്ലാതെ ഇവിടെ താമസിക്കണേ, ഇതിനേക്കാളും ഭേദം നമുക്ക് സ്വന്തമായിട്ടൊരു കൊച്ചു വീടെടുത്ത് മാറുന്നില്ലെന്ന് ചോദിക്കാം. അച്ചു പറഞ്ഞു, അങ്ങനെ അങ്ങനെ നമ്മളങ്ങോട്ട് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലോ, അങ്ങനെ പേടിച്ചോടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടം വരെ ഓടും, നമുക്ക് അങ്ങനെ പേടിച്ചോടാൻ പറ്റുന്ന കാര്യമാണോ? ഇത് എനിക്കൂടെ അവകാശപ്പെട്ട വീടാ, നമ്മളിവിടെ പൊരുതി ജയിക്കണം, അതാ വേണ്ടത്. അങ്ങനെ പേടിച്ചോടിയിട്ടുണ്ടെങ്കിൽ നാളെ ഇത് അവർക്കൊരു വളവായിട്ട് മാറും, അതുകൊണ്ട് അതിന്റെ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീഹരിനെ ഒന്ന് ധൈര്യപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ശ്രീഹരിയോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം നടന്നത് ശ്രീഹരിയായിട്ടുള്ള വിവാഹമാണ്. ശ്രീഹരിക്കറിയാലോ, ഒരു പക്ഷെ ആ നിഖിലിന്റെ ഒപ്പമായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിതം കിട്ടില്ലായിരുന്നു. ഈ പണത്തിലും പ്രതാപത്തിലും ഒന്നുമല്ല കാര്യം, സന്തോഷത്തിലും സമാധാനത്തിലോ. അത് എനിക്ക് ഒത്തിരി അധികം കിട്ടുന്നുണ്ട് ഇപ്പം ശ്രീഹരിയെ കല്യാണം കഴിച്ചോട് കൂടിയിട്ട്. എനിക്ക് അതിനോടാ താല്പര്യം, അല്ലാതെ ഈ സ്വത്തും പണമൊന്നും ഇന്ന് വരെ ഞാൻ മോഹിച്ചിട്ടില്ല, ഇനി ഒട്ടും മോഹിക്കാനും പോകുന്നില്ല. അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊന്ന് കഴിഞ്ഞു പോകണം, അതിനേക്കാൾ ഉപരി എനിക്ക് വലിയ ആർഭാടം കാണിക്കുന്നതിനോടോ ഒന്നും താല്പര്യമില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീഹരിക്ക് സന്തോഷമായി. തനിക്ക് കിട്ടേണ്ടതായിട്ടൊരു ഭാര്യനെയാണല്ലോ കിട്ടിയിരിക്കുന്ന ഒരു ചിന്ത ശ്രീഹരിയുടെ മനസ്സിലേക്കും വരുവാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.